മുത്തുലക്ഷ്മി കരയല്ലേ? നടരാജൻ നമുക്ക് അറിയാത്തതാണോ? ഇപ്പൊ കൊറേ സംഭവം ഉണ്ടെന്ന് പറ. ഇന്നാള് ലില്ലിനെ കാണിച്ചെന്ന് നമ്മുടെ ടിവിയിലൊക്കെ ഒരിത് വന്നില്ലേ, ഇതേപോലെ കാറിൽ പോയപ്പോ. അത്രേ ഉണ്ടാവുള്ളൂ. നടരാജേട്ടൻ പാവല്ലേ? വിഷമിക്കണ്ട, ക്ലീറ്റോക്ക് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കും. ഇങ്ങോട്ട് വരാൻ പറ, സംസാരിക്കാം. ശരി ശരി ശരി, സമാധാനമായിട്ടിരിക്കട്ടാ. കരച്ചിലാണോ? കരച്ചില് എന്ത് കരച്ചില്? നടരാജേട്ടൻ ഒരു പാവല്ലേ, അത് അതിന് ആര് പുറകിൽ വെച്ചിട്ട്? അതൊക്കെ അതിനറിയാം. പാവാണോന്ന് ചോദിച്ചാൽ പാവാണെന്ന് പറയുന്നുണ്ട്. സംശയം ഉണ്ടോന്ന് ചോദിച്ചാൽ സംശയമില്ല. സംശയം ഇല്ലേന്ന് ചോദിച്ചാൽ എന്നാ ഉണ്ട് താൻ. ദൈവമേ, ഇതേപോലെ വല്ല സംശയരോഗികളായിട്ടുള്ള ഭാര്യമാരുടെ കയ്യിലാണ് ഫോട്ടോ കിട്ടിയിരുന്നെങ്കിലാ തീർന്ന് കുടുംബം കലങ്ങി. അയ്യോ, ആരായി പറയുന്നത്? എന്ത്? അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങിയ ഒരാളെ നോക്കി ചിരിച്ചാൽ നിനക്ക് സംശയമില്ലേ? എനിക്ക് അങ്ങനെ സംശയമൊന്നുമില്ല, എനിക്ക് നേരിയ കുശുമ്പ് വരും, അത്രേ ഉള്ളു. അതിന്റെ വേറൊരു ഭാഗമാണ് സംശയം. ഇല്ല ഇല്ല, കുശുമ്പും സംശയവും രണ്ടും രണ്ടാ. ഇതിപ്പോ എന്ത് ചെയ്യും ദൈവമേ? എന്തായിരിക്കും ഇത്? എനിക്കറിയാൻ പാടില്ല ചേച്ചി എന്താന്ന്. അന്ന് നീ ആ പറഞ്ഞതിന്റെ അതെന്തായിരുന്നു? അത് ഇങ്ങനെ തന്നെയല്ലേ, അവര് കാറിന് പോയപ്പോഴത്തേക്ക് പുറകിലെങ്ങാണ്ട് ഒരു പെണ്ണിരിക്കുന്ന ഫോട്ടോ വന്നേക്കുന്നു. പിള്ളേരെ കാണാനും ഇല്ല. ക്ലീറ്റോ, എന്തായി എന്നിട്ട്? എന്താവാൻ, ടെക്നിക്കൽ മിസ്റ്റേക്ക് ആണ് പോലും. അവരുടെ പിന്നെ സാങ്കേതിക തകരാറ്. അങ്ങനെ വരും. പരാതി കൊടുത്തിട്ടുണ്ട്, പക്ഷെ പിഴ അടയ്ക്കണമെന്ന്. പിഴ അടയ്ക്കണോ? പരാതി കൊടുത്താൽ ഇത് അറിഞ്ഞിട്ടല്ലേ? ചിലപ്പോഴേ ഞങ്ങൾ അടയ്ക്കൂ, ഏതെങ്കിലും വേറെ പിഴകൾ പോയി അടയ്ക്കുള്ളൂ, ഞങ്ങൾ പിഴ അടയ്ക്കൂല. എന്നിട്ട് ഞങ്ങൾ ശക്തമായ സമര പരിപാടികളായിട്ട് ഇറങ്ങാൻ പോവാ തന്നെ. സമരം ചെയ്യാൻ പോവാ? പിന്നെ അല്ലാതെ ഇങ്ങനെ ഒരാളിനൊരു ഇതുണ്ടാക്കി വെച്ച ഒരു കുടുംബമാണ്. മുത്തുലക്ഷ്മി ഇപ്പൊ വിളിച്ചു വെച്ചത് ഭയങ്കര. അത് തന്നെ നമ്മളെ കുടുംബത്തിലാണ് സംഭവിച്ചെങ്കിൽ എന്ത് ചെയ്യും? നീയാണ് ആലോചിച്ച് നോക്കി, എന്റെ പുറകെ ഇങ്ങനെ ഞാൻ അങ്ങനെയൊന്നും പറയും. വരുമ്പോഴേ അറിയാം, ഇതൊക്കെ വരുമ്പോഴേ നമ്മളെ നിങ്ങൾ എല്ലാ പെണ്ണുങ്ങൾക്ക് സ്വാഭാവികമായിട്ടുള്ള ഒരു സംഭവമാണ്. ഇങ്ങനെ ഭർത്താവ് വേറെ ആളുടെ കൂടെ ഇരിക്കുന്നുണ്ടോ? നോക്കിയോ, കേരളത്തിലെ സകലമാന ക്യാമറകളും ഇതോടെ പൂട്ടിക്കും ഞങ്ങൾ. ക്യാമറ എന്തിനാ പൂട്ടണത്? അത് നല്ലതല്ലേ? എന്തോരം വാഹനാപകടങ്ങളും മറ്റേ പിള്ളേരുടെ കസരത്തും ഒക്കെ ഇതുകൊണ്ട് കുറഞ്ഞത്. സത്യം, ചില വണ്ടി പോകണ്ട ഉള്ളംകാലം. അതെ, അതുകൊണ്ട് സാധാരണ ജനങ്ങൾ ബുദ്ധിമുട്ടുണ്ട്. നിന്റെ കെട്ടിനും പോലീസുകാർക്കൊക്കെ നല്ല പിരിവ് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ആ പരിപാടി വേണ്ട ഇനി. ഇതെന്താണ് സംഭവം? സർക്കാരിൻ്റെ ഖജനാവ് കാലിയായി കിടക്കുകയാണ്. അവിടേക്ക് പൈസ വരുത്താനുള്ള പരിപാടിയാണ് ഈ ക്യാമറയും കൊണ്ട് വെച്ചേക്കണം. ഈ ക്യാമറ വെച്ച പൈസയ്ക്ക് ഒരു റോഡ് നന്നാക്കിയെങ്കിൽ എന്തായിരുന്നു? പല അപകടങ്ങളും ഒഴിവായിരുന്നു അല്ലേ? റോഡ് മുഴുവനും കുണ്ടും കുഴിയാണ്. വേറെ ഒരുപാട് കാര്യങ്ങൾ ആദ്യം അറേഞ്ച് ചെയ്യട്ടെ, എന്നിട്ട് ഈ ക്യാമറ വെച്ച് പിടിച്ചാൽ പോരെ? നല്ല ബുദ്ധിയാ, പക്ഷെ അത് പ്രയോജനപ്പെടുത്താൻ ഒരു അവസരം കിട്ടണില്ല എന്റെ ക്ലീറ്റോ ചേട്ടൻ. ഭരണം അടുത്ത പ്രാവശ്യം ഞങ്ങളുടെ കയ്യിൽ തന്നെ വരും. എനിക്ക് അതിലൊന്നും വലിയ വിശ്വാസമില്ല. ഇത്രയും നാൾ ഞാൻ ക്ലീറ്റോനൊന്നും വോട്ട് ചെയ്തിട്ടില്ല. ഈ പ്രാവശ്യം ഞാൻ ക്ലീറ്റോൻ എന്തായാലും വോട്ട് ചെയ്യും. എങ്ങനെ നാട് കുടുംബത്തിൽ നിന്നുള്ളവര് ചെയ്യണില്ല, പിന്നെ എന്റെ ആങ്ങളെ എങ്ങനെ ജയിക്കും? കഷ്ടം ചേച്ചി. എങ്ങനെ നാട് നന്നാവും, എങ്ങനെ നാട് വികസിക്കും? വേണ്ടടി, നീ ഇനിയും ചെയ്യണ്ട. ഇത്ര നാൾ ചെയ്തില്ലല്ലോ, വേറെ ആളുകളുണ്ട്. അയ്യേ, അത് ഭയങ്കര മോശമായി പോയി. ഞാൻ പോണു.